ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുഞ്ഞുമോൻ്റെ ചോറൂണാണ്. ഞങ്ങൾ ചണ്ഡീഗഡിലാണ് താമസം. ഇവിടെ സെക്ടർ 47-ലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറൂണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ മഴ കാരണം ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എല്ലാ ദിവസവും കുഞ്ഞുമോനെ ഉച്ച നേരത്താണ്, നല്ല സൂര്യനുള്ള സമയത്താണ് കുളിപ്പിക്കാറ്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് നല്ല വെയിൽ ചൂടുള്ള സമയത്താണ് അവനെ കുളിപ്പിക്കാറ്. പക്ഷെ ഇന്ന് അമ്പലത്തിൽ പോവാനുള്ളതുകൊണ്ട് അവനെ നേരത്തെ അവൻ്റെ ഉറക്ക് കളഞ്ഞിട്ട് അവനെ എടുത്തിട്ടാണ് കുളിപ്പിച്ചത്. അതുകൊണ്ട് അവന് നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് പാവം അവിടെ മിണ്ടാണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് യാമി പറയാണ്, കുഞ്ഞുമോനിനി എല്ലാം കഴിക്കാമല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുമോൻ ഇങ്ങനെ വായിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടാവലുണ്ട് ഇടക്ക്. അപ്പോൾ യാമി പറയലുണ്ട്, കുഞ്ഞുമോൻ എപ്പോൾ അമ്മ ചോറ് കൊടുക്കലെന്ന്. അത് അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് 2-3 ദിവസമായി അവൾ ചോദിക്കുന്നത്, എപ്പം അമ്മ കുഞ്ഞുമോന് ചോറ് കൊടുക്കും, എപ്പം അമ്മ കുഞ്ഞുമോന് ചോറ് കൊടുക്കുന്നു. അത് അവളിടക്ക് പറയാണ്, കുഞ്ഞുമോൻ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കുന്നല്ലേ, ഇനി മുതൽ എല്ലാം കൊടുക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചിക്കനും മീനൊന്നും കൊടുക്കാൻ പാടില്ല, ബാക്കി കഞ്ഞിയെല്ലാം കുടിക്കാൻ പറ്റും കുഞ്ഞുമോനെന്ന്. മഴ കാരണം ഞങ്ങൾ പോകുന്ന വഴിയൊന്നും കാണുന്നേ ഇല്ല. നല്ല മഴയുണ്ട്, മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. നല്ല ഫോഗാണ് പുറത്ത്. കണ്ടോ, വഴിയൊന്നും കാണാനേ പറ്റുന്നില്ല. ഞങ്ങൾ തണുപ്പായതുകൊണ്ട് കുറേ നാളായി പുറത്തിറങ്ങാണ്ട്. പക്ഷെ പുറത്തിറങ്ങിയ ദിവസമാണെങ്കിൽ നല്ല മഴയും. ആദ്യമായിട്ടാണ് കുഞ്ഞുമോൻ പുറത്തിറങ്ങുന്നത്. 5 മാസമായി വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങിയ ദിവസമാണെങ്കിൽ നല്ല മഴയും, ഒന്നും പുറത്തൊന്നും കാണാനും പറ്റുന്നില്ല. ഇവിടെ നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. പുറത്തിറങ്ങാൻ പറ്റൂല. രാവിലെ ഒരു 10 മണി വരെ നല്ല ഫോഗായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേ നാളായി പുറത്തിറങ്ങാൻ മടിക്കുന്നുണ്ടായി. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ തണുപ്പ് കുറയാനും ചാൻസ് ഉണ്ട്. പക്ഷെ മഴ വരുന്ന സമയത്ത് എന്താ പറയല്, മടിയാവും. അവിടെ നമ്മളിത് അമ്പലത്തിലേക്ക് എത്തി. ഇനി ഇത് ഇറങ്ങാൻ പോവാന്ന്. ഇവിടെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ചളിയാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് മുന്നോട്ടേക്ക്. അതാണ് അമ്പലം. അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവര് നേരത്തെ വന്നു. ഞങ്ങളിൽ കൊടയുള്ളതുകൊണ്ട്, കുഞ്ഞുള്ളതുകൊണ്ട് കുറച്ച് മെല്ലെയാണ് വന്നത്. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങളോട് അകത്തിരിക്കാൻ പറഞ്ഞു. അകത്താണെങ്കിൽ ഹീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന് തണുപ്പറിയില്ല എന്ന് പറഞ്ഞിട്ട് അകത്തിരിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ളത് പോലത്തെ ചടങ്ങൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് നോക്കിയിരുന്നു. ഇത് പാലക്കാട് സൈഡിലുള്ള പൂജാരിയാണ്. അങ്ങോട്ടെല്ലാം അച്ഛനാണ് കുഞ്ഞിക്ക് ചോറ് കൊടുക്കലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെല്ലാം അമ്മയാണ് ചോറ് കൊടുക്കുന്നത്. ഞങ്ങൾ കാസർഗോഡാണ്. അപ്പോൾ ഞങ്ങളെ എല്ലാം വേറെ തന്നെയാണ്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും ക്രമമൊന്നുമില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. യാമിയുടെ സമയത്തായിരുന്നെങ്കിൽ നാട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു ചോറ് കൊടുക്കുന്ന സമയത്ത്. ഇപ്പം ഈടായതുകൊണ്ട് ഞങ്ങൾ 4 ആൾ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് 1.5 മാസമായ സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിന്. ചടങ്ങെല്ലാം കഴിഞ്ഞ് കുഞ്ഞുമോൻ്റെ അച്ഛനും യാമിയും 2 ആളും ചോറ് കൊടുത്ത് അങ്ങനെ എല്ലാ ചടങ്ങും കഴിഞ്ഞു. മഴയായതുകൊണ്ട് ചുറ്റം വരാനൊന്നും കഴിഞ്ഞിട്ട. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷെ മഴയായതുകൊണ്ട് എല്ലാം വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് വന്നത്.
പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അല്ല ആദ്യം ഭക്ഷണം കഴിക്കണം. ഞമ്മക്ക് നല്ല വിശക്കുന്നു, എനിക്കും വിശക്കുന്നു. ഇവിടെ മലയാളി കടയിൽ പോയി ഞാൻ ചളിയിൽ ചവിട്ടണ്ട. മഴയുണ്ടാ? ചെളിയാണോ? ചളി വൃത്തികേടായി. എന്തിനു മോളെ കാല് കൊടുക്കുന്നേ? അതെന്റെ കാല് നല്ല ചളി ഉണ്ടായി. അതെയാ? ഭാവ എന്താക്കുന്നേ? കാല് ഇതാ ഷൂ ഇട്. ഷൂ മിണ്ടണ്. ഞങ്ങള് ചോറെല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് പോന്നെ. ഷൂട്ടിട്ട് വന്നോണ്ട് തിരിച്ചു വരുമ്പോ ഷൂട്ടിട്ട് കയറാൻ കഴിഞ്ഞു. മലയാളി ഹോട്ടലിൽ പോയിട്ട് നല്ല എന്ത് ഇടിയപ്പോ കിട്ടോ? ഇടിയപ്പം ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ വേണമെന്നില്ല, എന്തെങ്കിലും കഴിക്കണം. വിശക്കുന്നുണ്ട് നല്ലോണം. പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ വന്നേ. എന്തിനാ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിന്. നല്ല ഇടിയപ്പം കോഴിക്കറിയും കഴിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷെ വെജ് ഹോട്ടലാണ്, സൗത്ത് ഇന്ത്യൻ ഹോട്ടല്. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മസാല ദോശ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങള് 3 മസാല ദോശ ഓർഡർ ആക്കി വെയിറ്റ് ആക്കുകയാണ്. ഇതാണ് ഓപ്പൺ, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാ ഓർഡർ ചെയ്തേ? മസാല ദോശ. മസാല ദോശ. കഴിച്ചാ? യാമി കഴിക്കുന്നില്ലേ? യാമി? നമ്മള് മലയാളി സ്റ്റോറല്ല, ഇവിടെ മലയാളികളുടെ സാധനം കിട്ടുന്ന കടയുണ്ട്, സിംഗ്ല സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. സെക്ടർ 47 അടുത്തേക്കാണ് വന്നത്. ഇവിടുന്ന് കുറച്ച് മട്ട റൈസും കുറച്ച് ബിരിയാണി റൈസും വാങ്ങാൻ വേണ്ടി വന്നേട്ടാ. അങ്ങനെ നമ്മൾ സാധനം എല്ലാം വാങ്ങിയിട്ട് ഇനിയിപ്പോൾ മടങ്ങി ക്യാനിൻ്റെ അകത്തേക്ക് പോവാണ്. ഇവൻ ഇത്രയും മാസത്തിന് ശേഷം ആദ്യമായിട്ടൊന്ന് ഇന്ന് പുറത്തിറങ്ങിയത്. അതും മഴയായിപ്പോയി അല്ലേ മോനെ? ചോറ് കഴിക്കാൻ വന്നത് മഴയത്തായിപ്പോയി. ഇനിയിപ്പോൾ ഈ സാധനമെല്ലാം കൊണ്ട് മടങ്ങി പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു. താങ്ക് യു. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. ബൈ.